അതിൽ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? കളവ് പറഞ്ഞതിൽ എത്രത്തോളം പറഞ്ഞു അറിയോ? അതിൽ പറഞ്ഞു ഒരാളെ, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, ഒരാള് മൗലവിയുടെ മോന. ആ മകൻ ചോദിച്ചു പോലും ആരോട്? സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളോട്. നിങ്ങളത് തങ്ങൾ എന്ന് പറയുന്നു. മൂപ്പര് പറഞ്ഞു അങ്ങനെ തങ്ങന്മാരൊന്നുമില്ല, ഞങ്ങളൊക്കെ ഷിയാക്കളായിരുന്നു, ഇറാനിൽ വന്നതാണ് എന്ന് അബ്ദുറഹ്മാൻ ബാഫക്കി നിങ്ങൾ പറഞ്ഞു എന്നാണ് അതിൽ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കളവ് പറയുന്നതിനൊരു അറ്റല്ലേ? ഈ രൂപത്തിൽ കളവ് പറഞ്ഞ് സയ്യിദന്മാരെ നിന്ദിക്കുന്ന ഏർപ്പാട് സുന്നത്തി ജമാഅത്തുകാർക്കില്ല. സുന്നത്തി ജമാഅത്തുകാർ എപ്പോഴും സയ്യിദന്മാരെ ബഹുമാനിക്കും, സയ്യിദന്മാരെ ആദരിക്കും. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളാണ്. പക്ഷേ പ്രബോധനത്തിൽ പറയുന്നില്ല അങ്ങനെ പേരക്കുട്ടികളൊന്നുമില്ല. അത് ഇസ്ലാമിന്റെ ആശയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിനവർ കാരണം പറഞ്ഞതറിയോ? റസൂലുള്ളാഹിക്ക് ആൺകുട്ടികളൊന്നും ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല, കുട്ടിക്കാലത്ത് മരിച്ചു വരുന്നുണ്ട്, അതുകൊണ്ട് പേരക്കുട്ടികളില്ല. പക്ഷേ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസാണ്, ഇന്നബിനി ഹാദാ സയ്യിദുൻ, മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഈ മകൻ, എന്റെ മകൻ എന്നാ പറഞ്ഞു, എന്റെ മകൻ, ഈ മകൻ സയ്യിദുൻ, സയ്യിദാണ്. എന്നിട്ട് പറഞ്ഞു ലഅല്ലല്ലാഹ യുസ്ലിഹു ബിഹി ബൈന ഫിഅതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ രണ്ട് ചേരിയായി ഭിന്നിച്ചു നിൽക്കുമ്പോ അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്ന മോനാണിത്. അതേപോലെ തന്നെ പിൽക്കാലത്ത് സംഭവിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം, സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് സയ്യിദ് എന്ന് വിളിക്കാൻ പാടില്ലെന്നും, സയ്യിദ് എന്ന് വിളിച്ചാൽ അത് ജാഹിലിയത്താണെന്നും പ്രബോധനം പറഞ്ഞു. അതുപോലെ തങ്ങന്മാരിൽ നിന്ന് വിളിക്കാൻ പാടില്ല, പ്രബോധനത്തിൽ ഒന്നും കൂടി പറഞ്ഞു. അവരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത്, ഛേദിച്ചു കളയാണ് എന്ന്. ആ പ്രബോധനം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അറിവില്ലായ്മയാണ്. ഇത്തരം അറിവില്ലാത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ പിന്നാലെ പോയി നമ്മുടെ ഈമാൻ കളയരുത്. നമ്മൾ സുന്നത്ത് ജമാഅത്ത്, നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത്, അവരാണ് വിവരമുള്ളവർ. അവർ പഠിപ്പിച്ച അതേ ആശയം ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര ഞാനൊന്ന് വായിക്കാം. തങ്ങന്മാരില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കുടുംബമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്നായത്തിനേക്കാൾ കൗസന്ന ആയത്തിന്റെ തഫ്സീർ തന്നെ ഇമാം റാസി പറഞ്ഞത് ധാരാളം മക്കളെ പരമ്പര നബിതങ്ങൾക്ക് കൊടുത്തു എന്നാണ് അതിന്റെ ഒരു തഫ്സീർ. 20ഓളം തഫ്സീറുണ്ട്. അതിലൊരു തഫ്സീർ അതാ ഇന്നായത്തിനേക്കാൾ കൗസർ എന്നതിന്റെ തഫ്സീർ. ഞാനത് 2 ദിവസം വേല പറഞ്ഞിട്ട് പാർക്കടവിൽ വെച്ച് മുമ്പൊരിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പരമ്പര, അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞു മഹ്ദി എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ വരും ഖിയാമത്ത് മിൻ ഇത്രതി വ മിൻ അഹ്ലി ബൈതി, അതെന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. അപ്പൊ ഖിയാമത്ത് നാൾ വരെ സയ്യിദന്മാരുണ്ടാകും, തങ്ങന്മാരുണ്ടാകും. അവരാദരിക്കപ്പെടേണ്ടവരാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരെ പേര് കൂടി വായിച്ച് ഞാൻ ഫാത്തിഹ ഓതാം. അവരൊക്കെ പേര് നമുക്ക് ഫാത്തിഹ ഓതണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും മകനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അവരുടെ മകനാണ് മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു. അവരുടെ മകനാണ് ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. അവരുടെ മകൻ മൂസൽ കാദിം റളിയല്ലാഹു അൻഹു. അവരുടെ മകൻ അബൂ മുഹമ്മദ് ഇബ്രാഹിം മുർത്തദ റളിയല്ലാഹു അൻഹു. അവരുടെ ബാപ്പ ഇങ്ങനെ അങ്ങോട്ടല്ലേ നമ്മൾ എണ്ണുന്നത്. അപ്പൊ അവരുടെ മകൻ അങ്ങനെ വരികയാണ്, ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണ്ണി വരികയാണ്. ഇബ്രാഹിം ഉൽ മുർത്തദ അവരുടെ മകനാണ് അബൂ യഹ്യ അബൂ സബ്ഹ ഇബ്നുൽ ഇബ്നുൽ അമീർ അൽ ജലീൽ അസ്സയ്യിദ് അബൂ മുഹമ്മദ് ഇബ്രാഹിം ഉൽ മുർത്തദ എന്നാണ് മഹാനവറുകൾക്ക് പേര് പറയാം. അവരുടെ മകൻ അതേ ഇബ്നു നസീൽ മക്ക ഇബ്നു സയ്യിദ് മൂസ എന്ന് പറയുന്ന ആളാണ്. അവരുടെ മകൻ സയ്യിദ് അഹമ്മദ് സാലിഹ്, അവരുടെ മകൻ സയ്യിദുൽ ഹുസൈൻ അബ്ദുർ റഹ്മാൻ, അവരുടെ മകൻ ഇബ്നു സയ്യിദുൽ ഹസൻ അബു മൂസ, അവരുടെ മകൻ സയ്യിദ് അബുൽ ഖാസിം മുഹമ്മദ്, അവരുടെ മകൻ ഇബ്നു സയ്യിദ് അബൂ റിഫാഅത്തുൽ മഹ്ദി, അവരുടെ മകൻ സയ്യിദുൽ ഹസൻ അൽ അസ്ഗർ റിഫാഅത്തുൽ ഹാഷിമി. അതാണ് റിഫാഇ എന്ന് പറയുന്ന ആ കുടുംബത്തിലേക്ക് ചേർത്തിട്ടാണ്. അവരുടെ മകൻ അലിയുൻ അബുൽ ഫضൽ എന്ന് പറയുന്ന അസ്സയ്യിദ് അലിയുൻ അബുൽ ഫضൽ, അവരുടെ മകൻ അസ്സയ്യിദ് അബൂ അലി അഹ്മദ് അൽ മുർത്തദ, അവരുടെ മകൻ അസ്സയ്യിദ് അലി അൽ ഹാസിം അബുൽ ഫവാരിസ്, അവരുടെ മകൻ അസ്സയ്യിദ് അബൂ ഹാസിം സാബിത്ത് ബിൻ സാബിത്ത്, അവരുടെ മകൻ അസ്സയ്യിദ് യഹ്യ നഖീബുൽ ബസറ, അവരുടെ മകൻ അബുൽ ഹസൻ അലി ദഫീൻ ബഗ്ദാദിൽ മറിയപ്പെട്ട ആളാണ്. അവരുടെ മകനാണ് അതേ അസ്സയ്യിദ് മുഹീദ്ദീൻ അബുൽ അബ്ബാസ് അർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ സന്താന പരമ്പരയിൽ വന്ന പേരക്കുട്ടിയാണ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. തങ്ങന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്, അവർക്ക് വലിയ ബഹുമാനമുണ്ട്. ആ പത്രത്തിൽ ഞാൻ കണ്ടു, തങ്ങന്മാര് മക്കത്തും മദീനത്തും തങ്ങന്മാരില്ല. സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി മക്കത്തും മദീനത്തും പോയിട്ട് മാപ്പിളാരുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്, അതും ഉണ്ടാവില്ല. എന്നാൽ അവിടെ മുസ്ലിമികളില്ല അതിന്റെ അർത്ഥം. അത് മലയാളല്ലേ, തങ്ങൾ നിന്ന് മലയാളല്ലേ, മാപ്പിള എന്ന മലയാളല്ലേ. ഈ മലയാളം ഉണ്ടോ മക്കയിലും മദീനയിലും? അവിടെ പറയാ അവിടെ ഷെരീഫ് എന്നാ പറയാ, അവിടെ തങ്ങന്മാർക്ക് ഷെരീഫ് എന്നാണ് പറയാ, സയ്യിദ് ഷെരീഫ് എന്നൊക്കെ പറയാ. അതുകൊണ്ട് അൽഫിയ എന്നൊരു കിതാബുണ്ട്, അറബി വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടി ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് ഉണ്ടാക്കിയതാ. അതിന്റെ തുടക്കം തന്നെ എന്താണ്? വആലിൽ മുസ്തക്മിലീന ശുറഫ മുസല്ലി അലാ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശുറഫ. നബിയുടെ കുടുംബത്തിൽ പറഞ്ഞ സുറഫ, സുറഫ എന്ന് പറഞ്ഞാൽ ജമ്മു ഷെരീഫിൻ, ഷെരീഫ് എന്ന് പറയുന്നത് തങ്ങന്മാർക്കാണ്. അപ്പൊ തങ്ങന്മാരിൽപ്പെട്ട ആളുകളാണ് നബി തങ്ങളുടെ കുടുംബം. അവർക്ക് ഷെരീഫ് എന്നാണ് അറബിയിൽ പറയുക. അതുപോലെ സയ്യിദ് എന്നാണ് പറയാ. തങ്ങൾ എന്നുള്ള നമ്മുടെ മലയാളമാണ്. ഏതുപോലെ മാപ്പിള എന്ന് പറയും പോലെ നമ്മൾ മക്കത്ത് പറ്റിയിട്ട് മാപ്പിളാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി കിട്ടും അല്ലേ. അതിന്റെ അർത്ഥം മുസ്ലിമികളില്ലാതാ, നമ്മളെ മലയാളമാണത്. അപ്പൊ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തങ്ങൾ മക്കത്തും മദീനത്തും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് നിലക്കുള്ളൊരു കബളിപ്പിക്കലാണ്. അതുകൊണ്ട് അതിലൊന്നും പെട്ടുപോകാതെ നമ്മൾ സുന്നത്തിന്റെ ജമാഅത്ത് മുറുകെ പിടിച്ച് സുന്നത്തിന്റെ ജമാഅത്തിലായി പോകണം. മറ്റുള്ള ആളുകളെ നമ്മൾ ചീത്ത വിളിക്കാനും തെരുവേറെയൊന്നും കൊണ്ട് അവർ പെട്ടുപോയവരാ. അവർക്കൊക്കെ അല്ലാഹു തആല സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്ത് സുന്നത്തിന്റെ ജമാഅത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.